ഹായ് ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് വളരെ ശക്തമായിട്ടൊരു ഫോള് സംഭവിച്ചിരുന്നു. അപ്പോൾ അതിന് മെയിൻ റീസണായിട്ട് വന്നത് ഗ്രീൻലാൻഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഗ്രീൻലാൻഡ് ഇഷ്യൂ തന്നെയാണ് ട്രംപ് കാണിക്കുന്ന ഓരോ പ്രശ്നങ്ങളും നമ്മുടെ മാർക്കറ്റിനെയും യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഒരു കാംനെസ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാംനെസ് ആക്ച്വലി ഇപ്പോൾ മാർക്കറ്റിൽ വളരെ ബാഡായിട്ട് വരുന്നുണ്ട്. ആ ഒരു സംഭവമാണ് മാർക്കറ്റിനെ വളരെ നെഗറ്റീവിൽ നിർത്തിയതും. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പെട്ടെന്നൊരു ഡിപ്പ് കൂടെ വരികയും ചെയ്തു. ആ ഡിപ്പിൽ പാനിക്കായിട്ട് റീറ്റെയിലേഴ്സ് കംപ്ലീറ്റ് പൊസിഷൻ ഒഴിവാക്കി ബഡ്ജറ്റിന് മുന്നേ നമ്മൾ തകരുമോ എന്നുള്ളൊരു സിറ്റുവേഷനും കൂടെ അവിടെ ഉണ്ട്. സോ ഒരു പാനിക് സെൽ ഓഫാണ് ഇന്നലെ കണ്ടത്. അതുപോലെ എക്സ്പയറിയുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി കൂടെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പേഴ്സണലി വറി ചെയ്യിപ്പിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് FIs ഇങ്ങനെ മാർക്കറ്റിനെ സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ അവരുടെ കയ്യിൽ സെല്ല് ചെയ്യാൻ പ്ലെൻറ്റി ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് സ്റ്റോക്സ് അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിങ്ങനെ അവർ വിറ്റുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഏത് വരെ വിൽക്കും എന്നുള്ളതാണ്. ഇതിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, മോസ്റ്റ്ലി അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കാം, ഇല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ട്രംപിനോട് അനുകൂലമുള്ള ഏതെങ്കിലും സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, FIs കളക്റ്റീവ് ബിഹേവിയറിൽ എടുത്തിരിക്കുന്ന ഒരു സെല്ലിംഗ് സിറ്റുവേഷനാണ്. പണ്ട് കാലത്ത് കംപ്ലീറ്റ്ലി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സ്റ്റോക്കുകളുടെ ഒരു വലിയൊരു പെർസെൻറ്റേജും അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ ഓൾറെഡി അവർക്ക് അവരുടെ ഇന്ത്യൻ കമ്പനികളുടെ മേളിൽ ഓൾറെഡി ഒരു ആധിപത്യം ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ അവർക്ക് പറ്റും. അപ്പോൾ നമ്മുടെ മേളിൽ ഇത്രയും അറഗൻ്റായിട്ട് ടാക്സും ടാരിഫും ഒക്കെ ഇംപ്ലൈ ചെയ്യുന്ന ഒരു സംഭവം, അത് അവിടെ പോകുന്ന സാധനങ്ങൾക്ക് അവർ നമ്മളെ ഹേർട്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർ ഇവിടെ വന്ന് നമ്മളെ ഹേർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ളൊരു തോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ നിൽക്കുമ്പോൾ ഈ സെൽ ഓഫ് എന്ന് പറയുന്നത് FIs കളക്റ്റീവ്ലി ഇല്ലെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ ബാഡ്ലി അഫക്റ്റ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സെൽ ഓഫ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് ഇന്നെന്നല്ല, ഒരുപാട് കാലമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. യൂഷ്വലി ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ അല്ല FIs ഇത്ര കാലത്തോളം സെല്ലർ ആയിട്ട് നിൽക്കുക എന്നുള്ളത്. എൻ്റെ കാൽക്കുലേഷനിൽ ഓൾമോസ്റ്റ് 2-2.5 വർഷത്തോളമായി മാർക്കറ്റിൽ ഇതിങ്ങനെ സെല്ലിങ് തന്നെ വരുന്നു. എല്ലാവരും പറയുന്നത് കഴിഞ്ഞ ബഡ്ജറ്റ് തൊട്ടാണ് എന്നുള്ളത്. ഇല്ല, അതിന് മുന്നത്തെ ബഡ്ജറ്റ് തൊട്ട് മാർക്കറ്റ് വീഴാൻ തുടങ്ങിയതാണ്. സോ അതിനിടയ്ക്ക് നമ്മൾ 22,000 ഹിറ്റ് ചെയ്തു, പക്ഷേ തിരിച്ച് വീണ്ടും 26,000 വന്നു. എങ്കിലും ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, എന്തോ ഒരു കാര്യം മാർക്കറ്റിൽ നമുക്കറിയാത്ത, നമ്മൾ സാധാരണ മനുഷ്യർക്ക് അറിയാത്ത ഒരു സെല്ലിങ് ഒരു ഡിസിഷൻ അവരെടുത്തിട്ടുണ്ട്. ആ ഡിസിഷൻ്റെ കൂടെ മാർക്കറ്റ് അവർ കളക്റ്റീവ്ലി എടുത്തൊരു ഡിസിഷൻ്റെ കൂടെ മാർക്കറ്റ് പോവുകയാണ്. അപ്പോൾ മാർക്കറ്റിന് മേളിലേക്ക് കയറാൻ പറ്റുന്നില്ല. പിന്നെ ഈ പറയുന്ന പോലത്തെ ഒരുപാട് ഡേറ്റാസ്, നമുക്കിവിടെ വരുന്ന GDP ഡേറ്റാസ്, ബാക്കിയുള്ള ഡേറ്റാസ് ക്ലാരിറ്റി ഉള്ളതല്ല എന്നുള്ളൊരു സംഭവം കൂടെ അവിടെ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതും ഈ പറഞ്ഞ FIs തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവരുടെ അനാലിസിസിൽ, അവരുടെ ഡേറ്റയിൽ ചിലപ്പോൾ അതിന് ക്ലാരിറ്റി മറ്റൊരു തരത്തിലായിരിക്കാം. സോ ദേ ആർ ലൂസിങ് കോൺഫിഡൻസ് ഓവർ ഇന്ത്യൻ മാർക്കറ്റ് ആൻഡ് ദേ ആർ മൂവിങ് അവേ ഫ്രം അസ് എന്ന് തോന്നുന്നു. അതായിരിക്കാം മാർക്കറ്റിൽ ഇങ്ങനെ എപ്പോഴും വീക്ക്നെസ്, കഴിഞ്ഞ എത്രയോ കാലങ്ങളായിട്ട് ആ വീക്ക്നെസ് നിൽക്കുന്നത്. പെട്ടെന്നൊരു 2-3 മാസത്തേക്ക് പെട്ടെന്നൊരു മാർക്കറ്റിൽ മുന്നേറ്റം വരുന്നു, വീണ്ടും ഒരു 6-7 മാസത്തേക്ക് മാർക്കറ്റിൽ മുന്നേറ്റം ഇല്ലാണ്ടിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു റീസൺ ആവാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കൺസേണിങ് ഇഷ്യൂ ആണ്. ഇത് കാരണം എത്രയോ കാലങ്ങളായിട്ട് നമുക്ക് നമ്മുടെ ഫുൾ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി, ആരും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല. സോ അതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. മാർക്കറ്റ് ഞാനിപ്പോൾ നോക്കുമ്പോൾ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, മാർക്കറ്റ് ഒരു സൈഡ് വേസ് ഏരിയയിൽ ആയിരുന്നു കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നിന്നത്. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ഒരു
നമ്മുടെ ഒരു 12-13 തീയതിയൊക്കെ, ഇന്നിപ്പോൾ 20 അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് ഒന്ന് കോൺട്രാക്റ്റ് ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് മാർക്കറ്റ് അതിൻ്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വീഴുന്നു. അപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 25,600 ആയിരുന്നു. 25,600 ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട് മാർക്കറ്റ് താഴേക്ക് പോകാൻ പോയതാണ്. അപ്പോൾ ലാസ്റ്റിലത്തെ മാർക്കറ്റിലൊക്കെ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇന്നലെ രാവിലെ തൊട്ട് ഒരു വലിയൊരു ഫോൾ ആണ് സംഭവിച്ചത്. ഒരു 2-3 ദിവസമായിട്ട് നമ്മൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഈ ഇന്നലെയും മെനിഞ്ഞാന്നും ഇന്നലത്തെ ദിവസവും കൂടെ ആയിട്ട് മാർക്കറ്റ് നന്നായിട്ട് വീഴുന്നിട്ടുണ്ട്. അപ്പോൾ വീഴുന്ന ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ നിന്ന് മറ്റൊരു സോണിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ സോണിൻ്റെ ഏറ്റവും നല്ല സപ്പോർട്ട് എന്ന് പറയുന്നത് 25,100 to 25,000 എന്നുള്ള ഒരു ഏരിയയാണ്. സോ ഈ ഒരു ഏരിയയാണ് ഇതിൻ്റെ സപ്പോർട്ട്. ആ സപ്പോർട്ടിൻ്റെ തൊട്ട് മേളിൽ 25,240 ഉണ്ടായിരുന്നു. ആ 240 എത്തിയപ്പോഴേക്കും സെല്ലിംഗ് ഒന്ന് നിന്നിട്ട് 240 ഞാൻ വരച്ചിരിക്കുന്നത്, 240 അത് തിരിച്ചൊന്ന് വന്ന് വീഴുന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 240 എന്ന് പറയുന്ന ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു 240 നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ സാധ്യതയുണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. സോ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വന്ന് മാർക്കറ്റ് വളരെ കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഫൈറ്റ് ചെയ്യാം. ഞാൻ ഇന്നും ഒരു വീക്ക്നെസ് തന്നെയാണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്നത്. US മാർക്കറ്റൊക്കെ അത്യാവശ്യം നല്ല വീക്കാണ്. വളരെ കുറച്ച് മറ്റ് മാർക്കറ്റുകൾ മിക്കവാറും എല്ലാത്തിലും സെല്ലിങ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതും ഇവിടെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് വീഴുമ്പോൾ അവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മുടെ ക്രൂഡ് ഓയിലും, അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. 24,960 to 24,880 ആണ് അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ഒരു 25,100, 24,880 എന്നിങ്ങനെയുള്ള ലൈൻസ് നോക്കി വയ്ക്കാം. തിരിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ 25,400 to 440 ആയിരിക്കും നമ്മൾ തിരിച്ചു വരിക. അപ്പോൾ 240, 400 മുതൽ 440 വരെയാണ് അടുത്തൊരു ഏരിയ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾ വാച്ച് ചെയ്ത് വയ്ക്കുക. ഇതിനനുസരിച്ചിട്ടുള്ള ഒരു മൂവ് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റിൽ നെഗറ്റീവ് സിറ്റുവേഷൻ തന്നെയാണ്, വലിയ മാറ്റം ഒന്നും വരുന്നില്ല. റിലയൻസ് അതിൻ്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. HDFC ബാങ്ക് മാത്രമാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ നിൽക്കുന്നത്. SBI നല്ല മുന്നേറ്റം കാണിക്കുന്നുണ്ട്. ഈ ഒരു വീഴ്ചയിൽ എനിക്ക് വലിയ അഫക്റ്റ് ആകുന്നില്ല എൻ്റെ പൊസിഷനിൽ. ബിക്കോസ് എൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്സിൽ ഹിൻഡാൽക്കോ ഉണ്ട്, സെയിലുണ്ട്, SBI സ്റ്റോക്സ് ഉണ്ട്, പിന്നെ 1-2 സ്റ്റോക്കുണ്ട്, ഫെഡറൽ ബാങ്ക് ഉണ്ട്. സോ മാർക്കറ്റ് വീഴുന്നപ്പോഴും ഈ 4 സ്റ്റോക്കുകളും അധികം വീഴാത്ത കാരണം വലിയ കുഴപ്പമില്ലാണ്ട് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു പെർസെൻറ്റേജിന് താഴെയാണ് വീഴുന്നിട്ടുള്ളത്. സോ ഈ 4 സ്റ്റോക്കും നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി ഷെയർ ചെയ്തിരുന്നതാണ്. ഇതുവരെ സെൽ ഓഫ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യണം എന്നുണ്ടെങ്കിലും സ്റ്റീൽ സെക്ടർ നോക്കുക എന്നുള്ളതാണ്. ബാക്കി ഈ പറഞ്ഞ SBI സ്റ്റോക്സ് നോക്കുക എന്നുള്ളതാണ്. ബാക്കി HDFC ബാങ്ക് ഇതൊക്കെ നോക്കാനുള്ളൂ. തൽക്കാലം ഒന്നും ചെയ്യേണ്ട എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ക്രൂഡ് ഓയിലിൻ്റെ സപ്പോർട്ട് 82,000 ആണ്. ഓൾമോസ്റ്റ് 82,000 എത്തിയിട്ടുണ്ട്. നോക്കുക സപ്പോർട്ടിൽ. ഇന്ന് അധികം മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട, ഉറപ്പിച്ചിട്ട് മാത്രം പോയാൽ മതി. ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസുമാണ്. ക്രൂഡ് ഓയിലിൽ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. 5,444 മേളിൽ കയറിയാൽ നമുക്കൊരു ട്രേഡ് ഉണ്ട് എന്ന് ഞാൻ ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യുന്നു. കൃത്യമായിട്ടും ആ ഒരു ട്രേഡ് ട്രിഗർ ചെയ്യുകയും 1-2 പേര്, അത്യാവശ്യം എനിക്ക് 2-3 പേര് ഗ്രൂപ്പിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇടുകയും ചെയ്തു. വളരെ സന്തോഷം. അപ്പോൾ കമ്മോഡിറ്റീസ് ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മോസ്റ്റ്ലി പോകാറുണ്ട്. അത് കാരണം ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ പോലുള്ള സ്റ്റോക്സ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത നാച്ചുറൽ ഗ്യാസ് നോക്കിയാലോ അതിമനോഹരമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതും ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്തു. 364 അവിടെ ടാർഗറ്റ് കൊടുത്തിരുന്നത്. ഓൾമോസ്റ്റ് 362.5 വരെ പോയിട്ടുണ്ട്. 348 നിന്നാണ് ഇതിൻ്റെ ട്രേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു ഫ്ലാഗിൻ്റെ മേളിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. സോ ഈ ഫ്ലാഗ് ബ്രേക്ക് ചെയ്ത് 44 കൂടെ കയറിയപ്പോൾ ഈ ഒരു ക്യാൻഡലിലൊരു എൻട്രി ഉണ്ടായിരുന്നു. 40 മേളിൽ അത് നേരെ പോയി 64 അടുപ്പിച്ച് എത്തിയിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, വലിയൊരു മൊമെൻറ്റം കിട്ടിയതാണ്. സോ അതിൻ്റെ പാർട്ട് അത് പോയിട്ടുണ്ട്. ഇന്ന് ക്രൂഡ് ഓയിലിൽ നോക്കിക്കഴിഞ്ഞാൽ 364 മേളിൽ, നാച്ചുറൽ ഗ്യാസ് 364 മേളിലും 344 താഴെയും നിങ്ങൾക്ക് അവിടെ വാച്ച് ചെയ്യാന്നുള്ളതാണ്. ക്രൂഡ് ഓയിലാണെന്നുണ്ടെങ്കിൽ
ഈ പറഞ്ഞ പോലെ 5524 മേളിലോ അല്ലെങ്കിൽ 5484 അല്ല 72 താഴെയോ നിങ്ങൾക്ക് വേണമെങ്കിൽ വാച്ച് ചെയ്യുക എന്നുള്ളതാണ്. ലെവൽസ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ തന്നെ 10 മിനിറ്റായി, അതുകൊണ്ടാണ്. സോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.